ശമര്യർ കടന്നു പോകുന്ന കാഴ്ച കണ്ടപ്പോൾ വലിയ അഭിഷേകമൊക്കെ ഉള്ള പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തു ഓർഡിനേഷൻ കൊടുത്ത യേശുവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആ ശമര്യരല്ലേ അതുവഴി പോകുന്നത്, നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് തീ ഇറക്കി അവരെ നമുക്ക് നശിപ്പിക്കാം. യേശു കർത്താവ് തിരിഞ്ഞ് ശിഷ്യന്മാരെ നോക്കിയിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ്? അത്രമാത്രം ദേഷ്യമാണ് യഹൂദർക്ക് ശമര്യരെ, ശമര്യർക്ക് യഹൂദരെ. അങ്ങനെ പോകാൻ പാടില്ലാത്ത പട്ടണത്തിൽ, ഒരു യഹൂദൻ പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് യേശു കർത്താവ് കടന്നുപോയി. എന്നിട്ട് അവിടുത്തെ ഒരു പബ്ലിക് വെല്ലിന്റെ സൈഡിൽ, ഒരു പൊതു കിണറിന്റെ സൈഡിൽ യേശു കർത്താവ് മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നു. ഏതു സമയത്ത്? ഉച്ചയ്ക്ക് 12 മണി സമയം, 6 മണി നേരം എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണി സമയത്ത് പൊള്ളുന്ന വെയിലത്ത് യേശു കർത്താവ് ആ കിണറിന്റെ സൈഡിൽ ആരെയോ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് ഈ ചരിത്രം പഠിക്കുമ്പോൾ, ഈ വേദഭാഗം നമ്മൾ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, യേശു കർത്താവ് ഈ പട്ടണത്തിലേക്ക് പോയത്, യേശു കർത്താവ് പോകാൻ പാടില്ലാത്ത ഈ സ്ഥലത്ത് ചെന്നത്, യേശു കർത്താവ് മണിക്കൂറുകൾ കാത്തിരുന്നത്, ജീവിതം തകർന്ന, ജീവിതം വഴിതെറ്റിപ്പോയ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, റൂട്ട് തെറ്റിപ്പോയ, വഴിപിഴച്ചുപോയ, വഴിതെറ്റിപ്പോയ ഒരു സഹോദരിയുടെ ജീവിതത്തെ വീണ്ടെടുക്കാൻ, വിടുവിക്കുവാൻ, രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഈ ഒരു അധ്യായത്തിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നു. ഒരാൾക്ക് വേണ്ടി യേശു കർത്താവ് ആ സ്ഥലത്ത് കടന്നുപോയി. ഒരാൾക്ക് വേണ്ടിയാണ് യേശു അവിടെ കാത്തിരുന്നത്. ഒരാൾക്ക് വേണ്ടിയാണ് അവൻ മണിക്കൂറുകൾ സമയം ചിലവഴിച്ചത്. യേശു കർത്താവ് പടകുമെടുത്ത് ഗദരദേശത്തേക്ക് പോയത്, കാറ്റിനെയും കടലിനെയും അഭിമുഖീകരിച്ച് ആ വലിയ പ്രതിസന്ധികളെ ഓവർകം ചെയ്ത് ഗദരദേശത്തേക്ക് പോയത് ഒരു ഭൂതഗ്രസ്തനെ, ജീവിതം തകർന്ന ഒരു ചെറുപ്പക്കാരനെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോ ആത്മാക്കളും എൻ്റെ ദൈവത്തിന് വിലപ്പെട്ടതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും എൻ്റെ കർത്താവിന് വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരാത്മാവിന്റെ വില മുഴു ലോകത്തേക്കാൾ വിലയുള്ളതാണ്. എത്ര പേർക്കത് വിശ്വസിക്കാനായി കഴിയുന്നു? സുവിശേഷകർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, വിശ്വാസികൾ ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ അടുക്കലിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന് വിലപ്പെട്ടവരാണ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട്, നമ്മളുടെ മനോഭാവം കൊണ്ട്, നമ്മളുടെ ചില ഹൃദയത്തിലെ ചിന്തകൾ കൊണ്ട്, മൈൻഡ് സെറ്റ് കൊണ്ട് നമുക്ക് ചിലരെ താല്പര്യമില്ല, നമുക്ക് ചിലരെ ഇഷ്ടമില്ല. നമ്മൾ ഇഷ്ടമുള്ളവരോട് മിണ്ടും, ഇഷ്ടമില്ലാത്തവരോട് മിണ്ടാതിരിക്കും. നമ്മൾ ഇഷ്ടമുള്ളവരോട് കുറച്ചുകൂടെ സ്നേഹം കാണിക്കും, ഇഷ്ടമില്ലാത്തവർക്ക് എങ്ങനെയെങ്കിലും ഉള്ളത്തിൽ കരുതി വെച്ച് അവർക്ക് വിരോധമായി പ്രവർത്തിക്കാമെന്ന് ചിന്തിക്കും. എന്നാൽ ഇന്ന് പകൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ ഇവിടെ വിളിച്ചു പറയുന്നു, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, ഒരുപോലെ കൈക്കൊള്ളുന്ന, ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു യേശു ഇതിന്റെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞ്, He loves you, He loves you very much. ഇന്ന് പകൽ നിങ്ങളെ സ്നേഹിക്കുന്ന യേശു